ഹലോ നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ പത്തരമാറ്റിൻ്റെ കഥ നോക്കാം. ഇന്നത്തെ പത്തരമാറ്റ് 30/8/25 കഥയാണ് കേട്ടോ. അപ്പോൾ കഥയിൽ എന്താണെന്ന് വെച്ചാൽ അനി മിസ്സിങ് ആണ് എല്ലായിടത്തും പറയുന്നത്. അപ്പോൾ അനിയുടെ മിസ്സിങ്ങിനെ കുറിച്ചിട്ടാണ് ഗോവിന്ദനും കനകയും സംസാരിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്ദു വന്നിട്ട് അങ്ങോട്ട് പറയും, അമ്മ എന്നെ വഴക്ക് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ ദേഷ്യം മുഴുവൻ അനിയോട് തീർത്തത്. പിന്നെ അത് കാരണം അവൻ്റെ നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് എനിക്ക് ഈ ജന്മം എനിക്ക് സമാധാനം കിട്ടില്ല അമ്മേ. അതുകൊണ്ട് ഇനി അനി എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ഞാൻ അവനെ ഒന്നും പറയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അവനാണെങ്കിൽ വളരെ ലോല ഹൃദയമാണ് അവന് ഇതൊന്നും താങ്ങാൻ പറ്റില്ല. ഞാൻ അവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്ന് അവൻ കുടിച്ചിട്ട് പോലും എൻ്റെ മുന്നിൽ വന്നത്. എന്നിട്ട് കൊണ്ട് ജയിലിടാൻ പറഞ്ഞതൊക്കെ അതുകൊണ്ടാണ്. എന്നെ കല്യാണം കഴിക്കാൻ പറ്റാത്തതാണ് അവന് ജീവിതത്തിൽ ആദ്യമായിട്ട് കുടിച്ചത് എന്നൊക്കെ പറയണം നന്ദു. അപ്പോൾ കനക പറയാം, എന്ത് ചെയ്യാമോ, എന്താ മോളെ ചെയ്യുക, അതൊരു പാവം പയ്യനായിപ്പോയി. പക്ഷെ നിൻ്റെ ചേച്ചിമാരെ കൂടെ നിന്നെയും കൂടെ അങ്ങോട്ട് അയക്കാൻ ഞങ്ങൾക്കൊട്ടും മനസ്സില്ല, അതുകൊണ്ടാണ് എന്നൊക്കെ പറയട്ടോ. ഇനി ശരി എന്ത് പറഞ്ഞാലും അവൻ വരുമ്പോൾ ഇനി ഞാൻ അവനെ ഓടിച്ച് വിടില്ല അമ്മ, എനിക്കത് പറ്റില്ല, എന്നെ കൊണ്ടത് സാധിക്കില്ല എന്നൊക്കെ അങ്ങനെ പറയുമ്പോഴേക്കും ഒരു കോൾ വരികയാണ്. കോൾ വരുമ്പോൾ ഫോൺ എടുക്കും. അതെയോ, ശരി, ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുക. അപ്പോൾ എന്താണെന്ന് ചോദിക്കുകയാണ്. പറയും, അവനെ കുറിച്ചൊരു ചെറിയ ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്, ഞാനൊന്ന് പോയി നോക്കട്ടെ അമ്മേ, ഞാൻ വരാമെന്ന് പറയും. ശരി പറയും. അങ്ങനെ സ്കൂട്ടർ എടുത്തിട്ട് പോവുകയാണ് നന്ദു കേട്ടോ. ഇത് പോയി കഴിയുമ്പോൾ പറയും, പയ്യനൊന്നും പറ്റാതിരിക്കട്ടെ, പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ദോഷം ചെയ്യും. നീ ഇനി അവളെ വഴക്ക് പറയാനും തല്ലാനും ഒന്നും പോകണ്ട. അവൾ ചെറിയ കുട്ടിയൊന്നുമല്ല, അവൾക്ക് അറിയാം അവൾ എന്താ വേണ്ടതെന്നുള്ളത്. ആ ദേഷ്യത്തിനാണ് അവൾ അനിയോ അന്ന് ചീത്ത പറഞ്ഞത് എന്നിങ്ങനെ ഗോവിന്ദൻ കനകയോട് പറയുകയാണ്. അപ്പം ഗോവിന്ദേട്ടാ എനിക്ക് ഭയമാണ്, അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് വേണും ഈ അനിയെ തിരഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ നന്ദു സ്കൂട്ടറിൽ പോണത് കാണുന്നുണ്ട്, വേണു കാറിൽ ഇരുന്നിട്ട്. അപ്പോൾ അങ്ങനെ നന്ദുവിൻ്റെ അത് പോണതിൻ്റെ പിറകെ അയാൾ കാറ് തിരിച്ചു വിടുക. അപ്പോൾ കാമുകിനെ തിരഞ്ഞു പോവുമായിരിക്കും. പിന്നെ എന്തായാലും അവിടെ വെച്ചൊന്ന് പിടിക്കാം അവരെ രണ്ടുപേരെയും എന്നൊക്കെ ഇങ്ങനെ പറയണം. അവൾക്ക് അറിയണ്ടാവും അവൻ അവിടെയാണ്, അങ്ങോട്ട് പോവും, അവളെ പിന്നാലെ തന്നെ പോവാം